ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഒക്കെ പുറത്ത് നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു ബാത്റൂം നമ്മൾ ചെയ്യാറുണ്ട്. അത് പുറമേ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് വീടിൻ്റെ അകത്ത് കയറാതെ തന്നെ വീടിൻ്റെ അകത്തിന് പുറത്തായിട്ട് വരുന്ന ബാത്റൂം, ചെറിയൊരു ബാത്റൂം, ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഡോറ് തുറക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്ന നേരെ തന്നെ പോയി നിങ്ങൾക്ക് 4-5 പൈപ്പ് പൊക്കിയെടുത്തേനെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു വാഷ് ബേസിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതിൽ വാഷ് ബേസിൻ മാത്രം മാറ്റിയിട്ട് വേണമെങ്കിൽ ഷവർ നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടാപ്പിൻ്റെ ഓപ്ഷനാണ്. അത് ജസ്റ്റ് ചെറിയൊരു കുളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭിത്തിയിൽ നിന്നും നമുക്ക് അതിൻ്റെ ആ എൻഡിലേക്ക് വരുന്നത് 7 ഇഞ്ച് തൊട്ട് 8 ഇഞ്ച് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. 8 ഇഞ്ചിന് മുകളിലേക്ക് ആവശ്യമില്ല. നമുക്ക് മിനിമം ഒരു 7 to 8 ഇഞ്ച് ആ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. ഫിക്സ് ചെയ്യാം. നമുക്ക് 8 ഇഞ്ച് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഭിത്തിയിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് വരുന്നത് 8 ഇഞ്ചായിട്ട് നമുക്ക് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് സെൻറ്ററിൽ നിന്നും അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഒരടി മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ഓപ്ഷൻ കൊടുക്കണം. അത് നമുക്ക് നമ്മുടെ ഫ്ലഷിലേക്ക്, അതായത് യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ ഫ്ലഷിലേക്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്നും ഇപ്പുറത്തേക്ക് മാറിയതിന് ശേഷം ഒരടി മാറിയതിന് ശേഷം ഏകദേശം 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരാവുന്ന രീതിയിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഹെൽത്ത് ക്ലോസറ്റിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഹെൽത്ത് ക്ലോസറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ബാത്റൂം പോയതിന് ശേഷം കഴുകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെൽത്ത് ക്ലോസറ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ കൊടുത്തു. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഹൈറ്റ് വരുന്നത് ഏകദേശം 60 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വരുന്നത്, താഴെ നിന്ന് ഹൈറ്റ് വരുന്നത്. പിന്നെ നമ്മൾ വരുന്ന ടാപ്പിൻ്റെ ഓപ്ഷനാണ്. ഒരു ലോങ് ബോഡി ടാപ്പ് തന്നെ നമുക്ക് കൊടുക്കാം. നോർമൽ ടാപ്പിനെങ്കിലും നല്ല ഒരു ലോങ് ബോഡി ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് താഴെ നിന്ന് ഏകദേശം ഒരു 30 ഇഞ്ച് വരാവുന്ന രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ടാപ്പിൻ്റെ ഓപ്ഷനാണ് നമുക്ക് അടുത്ത് കൊടുക്കേണ്ടത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന CPVCയുടെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ചൂടുവെള്ളത്തിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പുറത്ത് ചൂടുവെള്ളം പച്ചവെള്ളമായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൻ്റെ ഒരു ഏരിയ, ചെറിയൊരു ഏരിയ ഈ സൈഡിലേക്ക് മാറിയിട്ട് വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വേസ്റ്റിൻ്റെ പൈപ്പ് വന്നിട്ട് പിന്നെ അതിലേക്ക് ലൈൻ വരുന്ന വാട്ടർ കണക്ഷൻ വരുന്ന ഒരു ലൈനും കൂടി ചെയ്യുന്നുണ്ട്. ഇത് ടോപ്പിൽ 34 ഇഞ്ചിലാണ് നമുക്ക് വാഷ് ബേസിൻ ഫിനിഷിങ് വരുന്നത്. അതിൻ്റെ താഴേക്ക് നമ്മുടെ പെഡസ്റ്റിൽ നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്തിട്ട് നമുക്ക് പെഡസ്റ്റിൽ വേണമെങ്കിൽ പെഡസ്റ്റിൽ വയ്ക്കാം. അതല്ല കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ലെവലുള്ള ബാത്റൂം ആയതുകൊണ്ട് പെഡസ്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് പൈപ്പിലേക്ക് തന്നെ നമുക്ക് വേസ്റ്റ് പൈപ്പ് ഇട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മളെല്ലാം ബാത്റൂമിൻ്റെ അടുത്ത് എല്ലാം ചെയ്തിരിക്കുന്നത് CPVC ചൂടുവെള്ളത്തിൻ്റെ ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് സാധാ ഒരു വാൽവ് വെച്ചതിന് ശേഷം സാധാ വെള്ളം, പച്ചവെള്ളം നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തു. ഒരു FTA-യും MTA-യും ഇട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് CPVCയുടെ FTA-യും PVCയുടെ MTA ഇട്ടിട്ട് ലിങ്ക് ചെയ്തിട്ട് ഷെല്ലാക്കും ടെഫ്ലോൺ ടേപ്പ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ബാത്റൂമിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടാകുന്ന മൊത്തം ഓഫ് ചെയ്യാതെ നമുക്ക് ആ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ആ വാൽവ് മാത്രം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ലൈനിനെ ബാധിക്കാത്ത രീതിയിൽ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വാൽവ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ബാത്റൂം, നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ചെറിയ ബാത്റൂം നമുക്ക് എങ്ങനെ ചെയ്യാം, യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.